നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. വാർത്താ സന്ധ്യയിലേക്ക് വിശദമായി. PM ശ്രീ വിവാദത്തിൽ CPIM-ന്റെ അനുനയ നീക്കം പാളുന്നു. പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്ന നിലപാടിൽ ഉറച്ച് CPI. 2 അംഗ ഉപസമിതിയെ നിയോഗിക്കാമെന്ന് MA ബേബി നിർദ്ദേശിച്ചുവെങ്കിലും CPI ഉപാധി വെച്ചു. ഉപസമിതിക്ക് മുൻപ് ധാരണാപത്രം മരവിപ്പിക്കണമെന്നും കേന്ദ്രത്തിന് കത്തയക്കണം എന്നുമാണ് ആവശ്യം. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കില്ല. നവംബർ 4-ന് ചേരുന്ന സംസ്ഥാന കൗൺസിൽ അതിനിർണായകമാകും. PM ശ്രീയിൽ ഉടലെടുത്തത് രണ്ടാം പിണറായി സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയായി. മുഖ്യമന്ത്രിക്ക് പിന്നാലെ പ്രശ്നപരിഹാരത്തിനായി CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഇടപെട്ടെങ്കിലും ഫലം കണ്ടില്ല. പദ്ധതിക്കായി 2 അംഗ ഉപസമിതിയെ വയ്ക്കാമെന്ന നിർദ്ദേശം തള്ളിക്കളയാൻ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. ഉപസമിതിയെ നിയോഗിക്കുന്നതിന് മുൻപ് ധാരണാപത്രം മരവിപ്പിക്കണം. ഇതാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയക്കുകയും അത് പ്രസിദ്ധപ്പെടുത്തുകയും വേണം. പദ്ധതിയിൽ നിന്ന് പിന്മാറാത്ത സാഹചര്യത്തിൽ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനും സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് മുഖ്യമന്ത്രിയും പാർട്ടിയും നിലപാടെടുത്തു കഴിഞ്ഞു. PM ശ്രീ വിവാദങ്ങളെ തള്ളുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും പ്രതികരിച്ചു. മതനിരപേക്ഷത ഉറപ്പിക്കുമെന്നും ദേശീയ നയത്തിലെ രാഷ്ട്രീയ ഉള്ളടക്കം അകറ്റുനിർത്തുമെന്നും പാർട്ടി മുഖപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ V ശിവൻകുട്ടി പറയുന്നു. സംസ്ഥാന കൗൺസിൽ ചേരുന്ന നവംബർ 4-ന് മുൻപ് സമവായ നീക്കത്തിനാണ് ശ്രമം. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPI മന്ത്രിമാർ വിട്ടുനിന്നാൽ സർക്കാരിന് കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടു എന്ന വിമർശനമുയരും. നവംബർ 1-ന് വിളിച്ചു ചേർക്കുന്ന പ്രത്യേക നിയമസഭാ സമ്മേളനവും ചോദ്യചിഹ്നമായി കഴിഞ്ഞു. 24 തിരുവനന്തപുരം. PM ശ്രീയിൽ നിലപാട് കടുപ്പിച്ചതോടെ CPI ഭരിക്കുന്ന കൃഷിവകുപ്പിന് കീഴിലുള്ള കാർഷിക സർവകലാശാലയിൽ സമരവുമായി SFI. കാർഷിക സർവകലാശാലയിലെ ഫീസ് വർധന ആയുധമാക്കി SFI നടത്തിയ സമരത്തിനിടെ സംഘർഷമുണ്ടായി. ഫീസ് ഘടനയിൽ ആവശ്യമായ ഭേദഗതി വരുത്താൻ തയ്യാറെന്ന് കൃഷിമന്ത്രി P പ്രസാദ് പറഞ്ഞു. തൃശൂർ മണ്ണൂത്തിയിലെ കാർഷിക സർവകലാശാലയിൽ 3 ഇരട്ടി ഫീസ് വർദ്ധിപ്പിച്ചതിനെതിരെയാണ് SFI പ്രതിഷേധം. സർവകലാശാല ആസ്ഥാനം വളഞ്ഞ് SFI നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. SFI സംസ്ഥാന നേതാക്കൾ സർവകലാശാല ഡെപ്യൂട്ടി രജിസ്ട്രാറുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. ഈ ഫീസ് വർധനവ് യുദ്ധകാലാടിസ്ഥാനത്തിൽ കുറച്ചേ മതിയാകോ, അതുവരെയാണ് ഞങ്ങളുടെ സമരം. PM ശ്രീ വിവാദത്തിൽ CPI നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതിനിടെയാണ് SFIയുടെ സമരം. ഫീസ് ഘടനയിൽ ആവശ്യമായ ഭേദഗതി വരുത്താൻ തയ്യാറെന്ന് കൃഷിമന്ത്രി P പ്രസാദ് പ്രതികരിച്ചു. ഫീസ് കൂട്ടിയതിനാൽ സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജിൽ നിന്ന് TC വാങ്ങിയ വിദ്യാർത്ഥിക്ക് തിരികെ പ്രവേശനം നൽകാനും മന്ത്രിയുടെ നിർദ്ദേശം. തിരികെ കോളേജിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് ഫീസിന്റെ കാര്യത്തിൽ പ്രശ്നമുണ്ടാവുകയില്ല. ഫീസ് വർധന താങ്ങാനാകാതെ കോഴിക്കോട് താമരശ്ശേരി സ്വദേശി അർജുനാണ് കാർഷിക കോളേജിൽ നിന്ന് TC വാങ്ങിയത്. 24 തൃശൂർ. PM ശ്രീ പദ്ധതിയിൽ എതിർപ്പ് തുടരുന്നതിനിടെ CPI ഭരിക്കുന്ന കൃഷിവകുപ്പിന് കീഴിൽ ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരമുള്ള നിയമനം നടത്തി. കാർഷിക സർവകലാശാലയിലാണ് ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരമുള്ള നിയമനം നടത്തിയത്. പ്രവൃത്തി പരിചയം കണക്കാക്കി അധ്യാപക നിയമനം നടത്തുന്ന പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്ന പദവിയിലാണ് കഴിഞ്ഞ വർഷം നിയമനമുണ്ടായത്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തന്ത്രപരമായ നീക്കം എന്ന നിലയിലാണ് PM ശ്രീ പദ്ധതിയെ CPI ശക്തമായി എതിർക്കുന്നത്. എന്നാൽ CPIക്ക് കീഴിലെ കാർഷിക സർവകലാശാലയ്ക്ക് ദേശീയ വിദ്യാഭ്യാസ പോളിസിയോട് എതിർപ്പില്ല. ദേശീയ വിദ്യാഭ്യാസ പോളിസി പ്രകാരം പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്ന പദവിയിലേക്കാണ് ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം നോട്ടിഫിക്കേഷൻ ഇറക്കി നിയമനം നടത്തിയത്. വിദ്യാഭ്യാസ യോഗ്യത മാനദണ്ഡമാക്കാതെ 1 വർഷത്തെ കരാർ വ്യവസ്ഥയിലെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് നിയമനത്തിനാണ് 2023 ജൂണിൽ നോട്ടിഫിക്കേഷൻ ഇറക്കുന്നത്. ഇന്റർവ്യൂ പൂർത്തിയാക്കി 2025 ഫെബ്രുവരിയിൽ നിയമനം നടത്തി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പോലും ഇതുവരെ NEP നടപ്പാക്കാത്ത സാഹചര്യത്തിലാണ് കാർഷിക സർവകലാശാല ഇത്തരമൊരു നീക്കം നടത്തിയത്. വയനാട് ജില്ലയിലെ പരമ്പരാഗത കർഷകൻ ചെറുവയ്ക്കൽ രാമനെയാണ് കാർഷിക സർവകലാശാല പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്ന പദവിയിൽ നിയമിച്ചത്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. PM ശ്രീയിലെ CPI തർക്കത്തിന് പിന്നാലെ എറണാകുളത്ത് വിളിച്ചു ചേർത്ത നെല്ല് സംഭരണ യോഗത്തിൽ നാടകീയ രംഗങ്ങൾ. മില്ലുടമകളെ ക്ഷണിക്കാത്തതിൽ CPI മന്ത്രിമാരോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷുഭിതനായി. മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗമാണ് നിശ്ചയിച്ചിട്ടുള്ളതെന്ന് മന്ത്രി GR അനിൽ വിശദീകരിച്ചെങ്കിലും യോഗം മാറ്റിവെക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയായിരുന്നു. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി പരിഹരിക്കാനാണ് മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് യോഗം വിളിച്ചത്. രാവിലെ എറണാകുളം ഗസ്റ്റ് ഹൌസിൽ മന്ത്രിമാരായ GR അനിൽ, P പ്രസാദ്, K കൃഷ്ണൻകുട്ടി എന്നിവർക്കൊപ്പം വിവിധ ഉദ്യോഗസ്ഥരും യോഗത്തിനെത്തി. ഇതിനിടയിലാണ് മില്ലുടമകൾ യോഗത്തിനില്ലെന്ന കാര്യം മുഖ്യമന്ത്രി അറിഞ്ഞത്. മില്ലുടമകളില്ലാതെ എങ്ങനെ തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ചോദ്യം.
ഇപ്പോൾ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗമാണ് തീരുമാനിച്ചിട്ടുള്ളതെന്നും തീരുമാനമെടുത്തിട്ട് മില്ലുടമകളെ വിളിച്ചാൽ മതിയല്ലോ എന്നുമായിരുന്നു ഭക്ഷ്യമന്ത്രിയുടെ മറുപടി. മില്ലുടമകളെ വിളിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ വിശദീകരണത്തിൽ തൃപ്തനാകാതിരുന്ന മുഖ്യമന്ത്രി യോഗം മാറ്റിവെക്കുന്നതായി അറിയിച്ചു. നാളെ രാവിലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തന്നെ മില്ലുകാരെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗമുണ്ട്. അക്കാര്യത്തോടുകൂടി അതിനുശേഷം ഗവൺമെൻറ് എന്തെങ്കിലും ആലോചിക്കേണ്ടതുണ്ട് എങ്കിൽ ഞങ്ങൾ വീണ്ടും ആലോചിച്ചിട്ട് അക്കാര്യം നാളെത്തരം കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. നാളെ വൈകിട്ട് 4-ന് തിരുവനന്തപുരത്ത് യോഗം ചേരാനാണ് പുതിയ നിർദ്ദേശം. CPM-CPI തർക്കത്തിനിടയിൽ മുഖ്യമന്ത്രി വിളിച്ച യോഗം അലസിപ്പിരിഞ്ഞത് മുന്നണിയിൽ വീണ്ടും മുറുമുറുപ്പിനിടയാക്കുമോ എന്നാണ് ഉയരുന്ന ചോദ്യം. 24 കൊച്ചി. ഓസ്കാർ ജേതാവ് റസൂൽ പൂക്കുട്ടിയെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായി നിയമിക്കാൻ തീരുമാനം. 2 ദിവസത്തിനകം ഉത്തരവിറങ്ങും. R. ശ്രീജിത്തുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, വിവരങ്ങൾ. ഉന്മേഷ്, വിവാദങ്ങളെ തുടർന്ന് ചലച്ചിത്ര സംവിധായകനായ രഞ്ജിത്ത് അക്കാദമി ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞ ശേഷം ഫുൾ ടൈം ചെയർമാന്റെ പദവി ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. വൈസ് ചെയർമാനായ നടൻ പ്രേംകുമാറാണ് ആക്ടിംഗ് ചെയർമാനായി പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ അവസാന കാലത്തേക്ക് എത്തുമ്പോൾ, സർക്കാരിന്റെ അവസാന കാലത്തേക്ക് എത്തുമ്പോൾ സ്ഥിരം ചെയർമാനെ നിയമിക്കാനാണ് ഇപ്പോൾ സർക്കാരിന്റെ തീരുമാനം. ഓസ്കാർ ജേതാവും മലയാളിയുമായ റസൂൽ പൂക്കുട്ടിയെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി നിയമിക്കാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. സാംസ്കാരിക വകുപ്പിന്റെ തീരുമാനം വന്നിരിക്കുന്നു. 2 ദിവസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവിറങ്ങും. സ്ഥിരം ചെയർമാൻ വേണമെന്ന ആവശ്യം ചലച്ചിത്ര അക്കാദമിയിൽ നിന്നും ഉണ്ടായിരുന്നു. ഇതെല്ലാം പരിഗണിച്ചാണ് സ്ഥിരം ചെയർമാനായി ഓസ്കാർ ജേതാവായ റസൂൽ പൂക്കുട്ടിയെ ഇപ്പോൾ നിയമിക്കുന്നത്. R. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന്. മോന്ത ചുഴലിക്കാറ്റ് മണിക്കൂറുകൾക്കുള്ളിൽ ആന്ധ്രയിലെ മച്ചിലിപട്ടണത്തിനും കലിംഗപട്ടണത്തിനുമിടയിൽ തീരം തൊടും. ആന്ധ്ര, ഒഡീഷ തീരങ്ങളിൽ കനത്ത നാശം വിതയ്ക്കുമെന്നാണ് മുന്നറിയിപ്പ്. 2 സംസ്ഥാനങ്ങളുമായി 30,000-ലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. വിശാഖപട്ടണത്തിൽ നിന്നുള്ള റെയിൽ വ്യോമഗതാഗതം താറുമാറായി. മണിക്കൂറുകൾക്കുള്ളിൽ ആന്ധ്ര തീരം തൊടുന്ന മോന്ത ചുഴലിക്കാറ്റ് മണിക്കൂറിൽ 90 മുതൽ 110 കിലോമീറ്റർ വേഗത്തിൽ ആഞ്ഞടിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ആന്ധ്രയിലെ 16 ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. തീരദേശ മേഖലകളിൽ കനത്ത മഴ തുടരുന്നു. 1149 ഗ്രാമങ്ങളെ ചുഴലിക്കാറ്റ് ബാധിക്കും. 11 SDRF സംഘങ്ങളും 12 NDRF സംഘങ്ങളും ദുരന്ത സാധ്യത മേഖലകളിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. 15,000-ലധികം പേരെ സുരക്ഷിത മേഖലകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. വിശാഖപട്ടണത്ത് നിന്നുള്ള 100-ലധികം ട്രെയിനുകളും നിരവധി വിമാന സർവീസുകളും റദ്ദാക്കി. ഒഡീഷയിലും കനത്ത മുന്നൊരുക്കമാണ് നടത്തിയിരിക്കുന്നത്. തീരമേഖലയിൽ താമസിക്കുന്ന 14,000-ഓളം പേരെ മാറ്റിപ്പാർപ്പിച്ചു. 2 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ ചെന്നൈ ഉൾപ്പെടെ തമിഴ്നാട് ജില്ലകളിലും മഴയുണ്ട്. തെലങ്കാനയിലും ബംഗാളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 24 ചെന്നൈ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാൻ സാധ്യത. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഇന്നും നാളെയും മഴ കനത്തേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മലയോര മേഖലകളിൽ മഴ കനത്തേക്കും. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. കരീബിയൻ രാജ്യമായ ജമൈക്ക മെലിസ കൊടുങ്കാറ്റിന്റെ ഭീതിയിൽ. മണിക്കൂറിൽ 290 കിലോമീറ്റർ വേഗത്തിൽ മെലിസ കൊടുങ്കാറ്റ് മണിക്കൂറുകൾക്കുള്ളിൽ ജമൈക്കയിൽ ആഞ്ഞടിക്കുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. കാറ്റഗറി 5-ൽപ്പെടുന്ന മെലീസ കൊടുങ്കാറ്റ് ഈ വർഷത്തെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റാണെന്നാണ് അമേരിക്ക ആസ്ഥാനമായുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നാഷണൽ ഹരിക്കെയിൻ സെന്റർ വ്യക്തമാക്കിയിട്ടുള്ളത്. കൊടുങ്കാറ്റ് കനത്ത പേമാരിക്കും വെള്ളപ്പൊക്കത്തിനും കാരണമാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജമൈക്കയിൽ കനത്ത കാറ്റും കനത്ത മഴയും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ജമൈക്കയുടെ തീരപ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിച്ചു. പ്രദേശത്ത് 101 സെന്റിമീറ്റർ മഴയുണ്ടാകാമെന്നാണ് മുന്നറിയിപ്പ്. കൊടുങ്കാറ്റിന്റെ കേന്ദ്ര സമ്മർദ്ദം 909 മില്ലിബാറിൽ നിന്ന് 901 മില്ലിബാറായി കുറഞ്ഞത് കൊടുങ്കാറ്റിന്റെ ശക്തി വർദ്ധിപ്പിക്കുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. 2005-ൽ ലൂസിയാനയിൽ കനത്ത നാശനഷ്ടമുണ്ടാക്കിയ കത്രീന കൊടുങ്കാറ്റിന്റെ കേന്ദ്ര സമ്മർദ്ദം 902 മില്ലിബാർ ആയിരുന്നു. വടക്കൻ കരീബിയൻ പ്രദേശങ്ങളിൽ മെലീസ വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും കാരണമായേക്കുമെന്ന് വിലയിരുത്തലുണ്ട്. കാറ്റിലും മഴയിലും ഇതിനകം ജമൈക്കയിൽ 3 മരണം റിപ്പോർട്ട് ചെയ്തു. ഇന്നലെ ഹെയ്തിയിലും ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലും 4 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1980-ൽ മണിക്കൂറിൽ 305 കിലോമീറ്റർ വേഗത്തിൽ വീശിയ അലൻ കൊടുങ്കാറ്റാണ് അറ്റ്ലാന്റിക്കിലെ ഏറ്റവും വലിയ കൊടുങ്കാറ്റായി കണക്കാക്കപ്പെടുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് 24.
കേരള സർവകലാശാലയിൽ സംസ്കൃതം അറിയാത്ത SFI നേതാവിന് സംസ്കൃതത്തിൽ PhD നൽകാൻ ശുപാർശ. കാര്യവട്ടം ക്യാമ്പസിലെ SFI നേതാവായ വിപിൻ വിജയനാണ് PhDക്ക് ശുപാർശ നൽകിയത്. മൂല്യനിർണ്ണയ സമിതി ചെയർമാന്റെ ശുപാർശ എതിർത്ത് ഡീൻ നൽകിയ റിപ്പോർട്ട് പുറത്തുവന്നു. ഗുരുതര പരാമർശങ്ങളാണ് വിപിൻ വിജയന്റെ PhD തീസിസിനും ഓപ്പൺ ഡിഫൻസിനുമെതിരെ വൈസ് ചാൻസലർക്ക് നൽകിയ കത്തിൽ സംസ്കൃതം വകുപ്പ് മേധാവി CN വിജയകുമാരി ഉന്നയിക്കുന്നത്. PhD തീസിസായി പോലും പരിഗണിക്കാൻ കഴിയാത്തതാണ് വിപിൻ സമർപ്പിച്ചത്. ഓപ്പൺ ഡിഫൻസിൽ ചോദ്യങ്ങൾക്ക് മലയാളത്തിലോ സംസ്കൃതത്തിലോ ഇംഗ്ലീഷിലോ ഉത്തരമില്ല. സംസ്കൃതം എഴുതാനോ വായിക്കാനോ പോലും അറിയില്ല. ഇത്തരം ഗവേഷണങ്ങൾ ഒരു വിദഗ്ധ സമിതിയെ കൊണ്ട് പരിശോധിപ്പിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. വിജയന് PhD നൽകാനുള്ള മൂല്യനിർണ്ണയ സമിതി ചെയർമാന്റെ ശുപാർശ അടുത്ത സിൻഡിക്കേറ്റ് യോഗത്തിൽ പരിഗണിക്കാനിരിക്കെയാണ് കത്ത് പുറത്തുവന്നത്. ആരോപണങ്ങളിൽ വൈസ് ചാൻസലർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. കാര്യവട്ടം ക്യാമ്പസിലെ SFI നേതാവാണ് വിപിൻ വിജയൻ. തനിക്കെതിരെയുള്ള കത്തിന് പിന്നിൽ വ്യക്തിവിരോധമാണെന്നാണ് വിപിന്റെ പ്രതികരണം. 24 തിരുവനന്തപുരം. KPCC പുനഃസംഘടനയിലെ അതിർത്തി ഹൈക്കമാൻഡിനെ അറിയിച്ചതായി K. സുധാകരൻ MP. പറയേണ്ടത് മുഖം നോക്കി പറഞ്ഞിട്ടുണ്ടെന്നും പ്രതികരണം. K. സുധാകരൻ ഉന്നയിച്ച വിഷയങ്ങൾ മാധ്യമങ്ങളോട് പറയാൻ കഴിയില്ലെന്ന് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞു. KPCCയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പദ്ധതിക്ക് തിരുത്ത് നിർദ്ദേശിച്ച AICC എല്ലാവരും ഒറ്റക്കെട്ടെന്നും പാർട്ടിയിൽ അനൈക്യമില്ലെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. ഞങ്ങളെല്ലാം അറിയിക്കേണ്ട അതിർത്തിയെല്ലാം നേരെ മുഖം നോക്കിയിട്ട് തന്നെ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിതിനെ അടിക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞു, നേതാക്കന്മാരാണ് ഈ പാർട്ടിക്കകത്ത് അനൈക്യമുണ്ടാക്കുന്നവർ. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ ഡൽഹിയിൽ ചേർന്ന യോഗത്തിലാണ് K. സുധാകരൻ KPCC നേതൃത്വത്തിനെതിരെ തുറന്നടിച്ചത്. സുധാകരന്റെ വിമർശനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മറുപടി ഇങ്ങനെ: He has told something in our meeting and that I don't want to disclose. കേരളത്തിൽ 100% വിജയിക്കുമെന്നും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് മാധ്യമങ്ങൾ ആരെയെങ്കിലും നിർദ്ദേശിച്ചാൽ ചർച്ച ചെയ്യാമെന്നും ഖാർഗെയുടെ പരിഹാസം. നവംബർ 1 മുതൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കും. തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോഴും കോൺഗ്രസ് സംസ്ഥാന നേതാക്കൾക്കിടയിൽ ആശയവിനിമയം ഇല്ല എന്ന ആക്ഷേപവും ചില നേതാക്കൾ കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ചു. പുനഃസംഘടനയിൽ 5 അക്കത്തിൽ തോറ്റ ചിലരെ ജനറൽ സെക്രട്ടറിമാരാക്കി. വയനാട് DCC അധ്യക്ഷനെ തെരഞ്ഞെടുത്തപ്പോൾ കൂടിയാലോചന നടത്തിയില്ലെന്നും നേതാക്കൾ വിമർശനം ഉന്നയിച്ചു. തെരഞ്ഞെടുപ്പിന് സജ്ജരാകാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ കണ്ടത് നേതാക്കൾക്കിടയിലെ അനൈക്യവും അഭിപ്രായ ഭിന്നതയും. ഇതെല്ലാം മറികടന്ന് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിന് ഇറങ്ങണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശത്തോട് എത്ര നേതാക്കൾ വഴങ്ങും? ഡൽഹിയിലെ AICC ആസ്ഥാനത്തിന് മുന്നിൽ നിന്നും ആശിഷ് മട്ടുവിനൊപ്പം അജീഷ് ജയകുമാർ, 24. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാനുള്ള തീരുമാനം ജനാധിപത്യ പ്രക്രിയയോടുള്ള വെല്ലുവിളിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന തീരുമാനമെന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. SIR നടപടികൾക്കായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്ത ജില്ലാ കളക്ടർമാരുടെ യോഗം പൂർത്തിയായി. രാഷ്ട്രീയ പാർട്ടികളുടെ എതിർപ്പിനിടയിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോവുകയാണ്. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടപടിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയത്. തീരുമാനങ്ങളിൽ നിന്ന് കമ്മീഷൻ പിന്തിരിയണം, കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ കളിപ്പാവയാകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിൽക്കരുതെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു. കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ SIR പ്രക്രിയ ആരംഭിച്ചത് പ്രായോഗികമായി തടസ്സങ്ങളുണ്ടാക്കുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ഇപ്പോൾ ഇത് അടിച്ചേൽപ്പിച്ചത് ജനങ്ങളോടുള്ള ഒരു യുദ്ധ പ്രഖ്യാപനമാണ്, ഒരു സാഡിസ്റ്റ് മനോഭാവമാണ്. ഇതിനെയെങ്കിലും തിരുത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ജനാധിപത്യത്തിന്റെ അന്ത്യം കുറിക്കാനുള്ള തീരുമാനമെന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ MP. ഇന്ത്യയിലെ ജനാധിപത്യപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പിന്റെ അന്ത്യം കുറിക്കാൻ പോകുന്ന നടപടിയാണത്. അതിനെ എതിർക്കാതിരിക്കാൻ ഒക്കില്ല. നടപടികൾ ആലോചിക്കുന്നതിനായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച ജില്ലാ കളക്ടർമാരുടെ യോഗം പൂർത്തിയായി. നാളെ രാഷ്ട്രീയ കക്ഷികളുമായും യോഗം ചേരും. എതിർപ്പിനിടയിലും SIR നടപ്പാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാനത്ത് ആരംഭിച്ചു. 24 തിരുവനന്തപുരം. 24 ബിഗ് ബ്രേക്കിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക രേഖകൾ നശിപ്പിച്ചെന്ന് സൂചന. വിജയമല്യ സ്വർണം പൊതിഞ്ഞ സുപ്രധാന രേഖകൾ കാണാനില്ല. പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ട രേഖകളാണ് കാണാതായത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ രേഖകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതിനിടെ മുരാരി ബാബുവിനെ തിരുവനന്തപുരത്തെത്തിച്ച് ചോദ്യം ചെയ്യുകയാണ്. 1998-99 കാലത്ത് വിജയമല്യ ശബരിമലയിൽ സ്വർണം പൊതിഞ്ഞ രേഖകളും ഇടപാടുകളുമാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ പ്രത്യേക ഉദ്യോഗസ്ഥ സംഘത്തെ നിയോഗിച്ച് നടത്തിയ പരിശോധനയിൽ രേഖകൾ കണ്ടെത്താൻ ദേവസ്വം ബോർഡിനായില്ല. ദേവസ്വം ആസ്ഥാനത്തും പമ്പയിലും സന്നിധാനത്തും ഉൾപ്പെടെ പരിശോധന നടത്തിയെങ്കിലും രേഖകൾ നഷ്ടപ്പെട്ടെന്നാണ് വിവരം. ഉന്നത ഉദ്യോഗസ്ഥർ പ്രതികളായ കേസിൽ നിർണായക തെളിവുകൾ നശിപ്പിച്ചതായും സംശയമുണ്ട്. അതിനിടെ സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ SIT കസ്റ്റഡിയിൽ വിട്ടു. റാന്നി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്.
ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാലാവധി മറ്റന്നാൾ അവസാനിക്കാനിരിക്കെ ഇരുവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും. ദ്വാരപാലക പാളികളിലെ സ്വർണം കവർച്ച ചെയ്ത കേസിൽ രണ്ടാം പ്രതിയായ മുരാരി ബാബു സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോയ കേസിൽ 6ാം പ്രതിയാണ്. മുരാരി ബാബു തട്ടിപ്പിന് പോറ്റിയുമായി ചേർന്ന ഗൂഢാലോചന നടത്തിയെന്നാണ് SITയുടെ കണ്ടെത്തൽ. 24 തിരുവനന്തപുരം. കലൂർ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഉരുണ്ടുകളിച്ച് കായികമന്ത്രി വി അബ്ദുറഹിമാൻ. എല്ലാം GCDയെ വിശദീകരിച്ചിട്ടുണ്ടെന്നും സ്പോൺസറെ കണ്ടെത്തിയത് സുതാര്യമായാണെന്നുമാണ് മന്ത്രിയുടെ വാദം. എന്നാൽ GCDയുടെ നടപടിക്രമങ്ങളിൽ സുതാര്യതയില്ലെന്നും സ്പോൺസറുടെ പ്രവൃത്തി പരിചയം പരിശോധിക്കണം എന്നുമായിരുന്നു ഉമാ തോമസ് MLAയുടെ പ്രതികരണം. കലൂർ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വ്യക്തമായ ഉത്തരമില്ലാതെ സർക്കാരും GCDയെയും എല്ലാം സുതാര്യമാണെന്നും GCDയെ വിശദീകരണം നൽകിയെന്നുമാണ് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ പറയുന്നത്. കലൂർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ GCDയെ കൃത്യമായി തന്നെ ഇന്നലെ അതിന്റെ പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. GCDയെ നടപടിക്രമങ്ങളിൽ സുതാര്യതയില്ലെന്നും MLA എന്ന നിലയിൽ നവീകരണവുമായി ബന്ധപ്പെട്ട ഒരു കൂടിയാലോചനയും നടന്നിട്ടില്ലെന്നും ഉമാ തോമസ് MLA പ്രതികരിച്ചു. ശരിക്കും നമ്മൾ എക്സ്പെക്ടോ മെമ്പറാണ് എന്നുള്ളതാണ് അതിന്റെ റൂൾസ് അനുസരിച്ച് കാണുന്നത്. പക്ഷേ എന്നെ ഒരു പരിപാടിക്ക് പോലും അല്ലെങ്കിൽ ഒരു മീറ്റിംഗിന് പോലും എന്നെ ക്ഷണിച്ചിട്ടില്ല. ജനങ്ങളെ കബളിപ്പിച്ച മന്ത്രി റാക്കറ്റ് പോലെയാണ് പ്രവർത്തിച്ചതെന്ന് ET മുഹമ്മദ് ബഷീർ MP കുറ്റപ്പെടുത്തി. അതേസമയം കൂടുതൽ പ്രതികരണത്തിന് GCDA ചെയർമാൻ K ചന്ദ്രൻപിള്ള തയ്യാറായില്ല. വിവാദങ്ങൾക്കിടെ നാളെ GCDA യോഗം ചേരും. 24 കൊച്ചി. സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ഓവറോൾ ചാമ്പ്യന്മാർ. കേരള സ്കൂൾ കായികമേള co-sponsored by Bima Jewels Golden Super Surprise. അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കൊടിയിറങ്ങി. ഓവറോൾ ചാമ്പ്യനുള്ള പ്രഥമ ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി തിരുവനന്തപുരം ജില്ല ഏറ്റുവാങ്ങി. 66ാമത് കായികമേളയിലെ സമഗ്ര കവറേജിനുള്ള പുരസ്കാരം 24 ടീം ഏറ്റുവാങ്ങി. ബെസ്റ്റ് ഡിസ്ട്രിക്റ്റിനുള്ള ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത് തിരുവനന്തപുരം ജില്ലയാണ്. 1825 പോയിന്റ്സ്, 117 പവൻ വരുന്നതും പുതുതായി ഏർപ്പെടുത്തിയതുമായ ചീഫ് മിനിസ്റ്റേഴ്സ് ഗോൾഡ് കപ്പാണ് പുരസ്കാരമായി നൽകുന്നത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിൽ നിന്ന് ഓവറോൾ ചാമ്പ്യൻഷിപ്പിനുള്ള സ്വർണ്ണക്കപ്പ് തിരുവനന്തപുരം ജില്ല ഏറ്റുവാങ്ങിയതോടെ രണ്ടാമത് സ്കൂൾ ഒളിമ്പിക്സിന് കൊടിയിറങ്ങി. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന സമാപന സമ്മേളനം ഗവർണർ ഉദ്ഘാടനം ചെയ്തു. ഒളിമ്പിക്സ് എന്ന ലക്ഷ്യത്തിലേക്കുള്ള വഴിയാണ് കായികമേളയെന്ന് ഗവർണർ പറഞ്ഞു. മേളയുടെ വിജയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് ഗവർണറുടെ അഭിനന്ദനം. Our administration and our education department and the minister and wholeheartedly the government is eager to create houses for them, build houses for the 50 students. 50 houses will be there for all this year. I wholeheartedly congratulate Shivan Kuttiji for this because this is what sports teaches us. 247 പോയിന്റ് നേടി അത്ലറ്റിക്സിൽ മലപ്പുറം കിരീടം ചൂടി. 2031 ഒരു വിദ്യാർത്ഥി ഒരു കായിക ഇനം പഠിക്കണം എന്നതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. 2031 വിഷൻ എന്ന് പറയുന്നത് 47 ലക്ഷം വിദ്യാർത്ഥികൾ പഠിക്കുന്ന പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഒരു വിദ്യാർത്ഥി ഒരു കായിക ഇനം പഠിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഞങ്ങൾക്ക് വയ്ക്കുവാനുള്ളത്. ജയത്തിനും പരാജയത്തിനും അപ്പുറം ഒളിമ്പിക് സ്വപ്നം കാണാനുള്ള വഴിയാണ് കായികമേളയെന്ന് സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായ ഒളിമ്പ്യൻ PR ശ്രീജേഷ്. കൊച്ചിയിൽ നടന്ന 66ാമത് കായികമേളയിലെ സമഗ്ര കവറേജിനുള്ള പുരസ്കാരം 24 ടീം ഏറ്റുവാങ്ങി. സമഗ്ര കവറേജ് ദൃശ്യമാധ്യമം 24 ന്യൂസ്. മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, വീണ ജോർജ്, GR അനിൽ എന്നിവർ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു. 68ാമത് സംസ്ഥാന കായികമേളയ്ക്ക് കണ്ണൂർ ജില്ല ആതിഥേയത്വം വഹിക്കും. ടീം 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ്. ഉച്ചയ്ക്ക് ശേഷം പവൻ 1200 രൂപ കുറഞ്ഞ് 88,600 രൂപയായി. രാവിലെ 89,800 രൂപയായിരുന്നു പവന്റെ വില. ഒറ്റ ദിവസം കൊണ്ട് 2 തവണകളായി സ്വർണ്ണത്തിന് കുറഞ്ഞത് 1,800 രൂപയാണ്. രാജ്യാന്തര തലത്തിൽ സ്വർണ്ണവില കുറഞ്ഞതാണ് കേരളത്തിലും സ്വർണ്ണവില കുറയാൻ കാരണമായത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക പുറത്തിറക്കി. സ്ത്രീകൾക്കും തൊഴിലാളികൾക്കും പ്രത്യേകം പദ്ധതികളുണ്ട്. വഖഫ് ഭേദഗതി നിയമം നിർത്തിവെക്കുമെന്നും പ്രകടന പത്രികയിൽ വാഗ്ദാനമുണ്ട്. മഹാസഖ്യം ബീഹാറിൽ അധികാരം പിടിക്കുമെന്ന് തേജസ്വി യാദവ്. NDAയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന ചോദ്യം വീണ്ടും ഉയർത്തി മഹാസഖ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.